120,000 ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു ചതുരശ്ര അടിയുള്ള ഒരു ഭൂപ്രദേശമായിട്ടാണ് ഈ കരൂരിൽ അപകടമുണ്ടായ സ്ഥലത്തെ അവർ തന്നെ നിയോഗിച്ചൊരു എഞ്ചിനീയർ അളന്നിരിക്കുന്നത് എന്നവർ അതിൽ അവകാശപ്പെടുന്നു. അതിനുശേഷം 60,000 പേരെ സംഘടിപ്പിച്ചൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കരൂരിലെ ഈ പ്രദേശം എന്നതിൽ അവകാശപ്പെടുന്നു. ഈ 60,000 പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്നിടത്തു പോലും ഞങ്ങൾ 10,000 പേരെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് TV-ക്ക് ഇന്നലെ പോലീസ് സൂപ്രണ്ടിന് ദിവസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. അത്തരത്തിൽ 60,000 പേരെ സംഘടിപ്പിക്കാൻ കഴിയുന്നൊരു സ്ഥലത്ത് 10,000 പേരെ മാത്രം പ്രതീക്ഷിച്ച് വിജയെപ്പോലൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ വന്ന് പ്രചാരണം നടത്തുന്നൊരിടത്ത് 10,000 പേരെ മാത്രം പ്രതീക്ഷിച്ചു എന്നിടത്ത് തന്നെ ഈ പരിപാടി പരാജയപ്പെട്ടു. ഈ പരിപാടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ TV-ക്ക് പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് നമ്മളോട് മീഡിയ വണ്ണിനോട് തന്നെ പ്രതികരിച്ച TV-യുടെ ജില്ലാ പ്രതിനിധികളൊക്കെ പറയുന്നത് വിജയ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും വയോധികരുമൊന്നും ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ ഓൺലൈനായി പങ്കെടുത്ത് വിജയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നുവെന്നും അതൊക്കെ നിസ്സാരവൽക്കരിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തിയതെന്ന് പറയുന്നു. ആ പ്രതികരണത്തിൽ തന്നെ ഈ അപകടത്തോടും ദുരന്തത്തോടും TV-ക്ക് പുലർത്തുന്ന ഒരു ലാഘവം പ്രത്യക്ഷത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിജയ് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു മാർഗനിർദ്ദേശം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ വിജയ് നടത്തുന്ന ഈ പരിപാടിയിൽ ആളുകൾ കൂടുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഈ പരിപാടികൾക്ക് മേൽ ഏർപ്പെടുത്തി. നമുക്കറിയാം, പ്രയാഗ്രാജിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ദിവസങ്ങൾക്ക് മുമ്പ് ചിന്നസ്വാമി സ്റ്റേഡിയമാകുന്ന കർണാടകയിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഇത്തരം മാനുഷിക ദുരന്തങ്ങൾ തിക്കിലും തിരക്കിലും പെട്ട് സംഭവിക്കുന്ന പോലൊരു ദുരന്തങ്ങളൊന്നും നമ്മൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് നിരന്തരമായി കേൾക്കലില്ല. തമിഴ്നാട്ടിൽ നിന്ന് അപൂർവമായാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. കാരണം സർക്കാരുകൾ കൃത്യമായി എല്ലാ കാലത്തും ഇത്തരം ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുകയും അവർക്കിടയിലേക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിൽ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വിജയ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് പോലീസിനെയും അഗ്നിസുരക്ഷാ സേനയെയും മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ നിയോഗിക്കുകയും വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. കാരണം ഈ വിളക്കുകാലുകളിലും വൈദ്യുതി പോസ്റ്റുകളിലും ഒക്കെ മുകളിൽ വരെ ആളുകൾ കയറി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വിജയ് നടത്തുന്ന പരിപാടിയിലൊക്കെ. അപ്പോൾ ആ വിധത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്ന വേളയിൽ വിജയ് തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. നരേന്ദ്രമോദിയോ അമിത്ഷായോ കേന്ദ്ര പ്രതിനിധികളോ വന്ന് ഒരു തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ TV-ക്ക് മാത്രം എന്തിനാണ് ഈ നിയന്ത്രണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ നിയന്ത്രണങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് 2025 സെപ്റ്റംബർ 18 വന്ന വിധിയിൽ പറയുന്നത് വിജയ്ക്കെതിരെയുള്ള ഉത്തരവാണ്. അതിൽ പറയുന്നത് വിജയ് അല്ല ഏതൊരു വ്യക്തിയും തമിഴ്നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പൂർണ്ണമായും സർക്കാരുമായി സഹകരിക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും സർക്കാരിലേക്ക് സെക്യൂരിറ്റി ബോണ്ടായ ഒരു നിശ്ചിത തുക കെട്ടിവെക്കുകയും ചെയ്ത ശേഷം മാത്രമേ പരിപാടി സംഘടിപ്പിക്കാവൂ. കാരണം ഇത്ര മാനുഷിക ദുരന്തങ്ങൾ അവിടെ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് തിരിച്ചറിവിലാണ് കോടതി പോലും ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ ഇരയാകപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായങ്ങൾ നൽകാൻ, അതോടൊപ്പം തന്നെ പൊതുമുതൽ നശിപ്പിച്ചാൽ അതിന് വേണ്ട പൈസ ഈടാക്കാനൊക്കെ ഒരു സെക്യൂരിറ്റി ബോണ്ട് കെട്ടിവെക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുകയാണ് ഈ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ കേവലം 10,000 പേരെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വിജയുടെ ഭാഗത്ത് നിന്നും TV-ക്ക് വിജയ് ഔദ്യോഗികമായി ഈ അത്തരത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിലും TV-ക്ക് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് സർക്കാരിനെയും പോലീസിനെയും നിരന്തരമായി വിമർശിക്കുകയാണ്. തമിഴ്നാട് പോലീസും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയോ അവിടേക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നവർ പറയുന്നു. ഈ ഒരു പോസ്റ്റ് ഇന്നലെയും ഇതുപോലെ ഉയർന്നു കേട്ടു. അത് പറഞ്ഞത് പക്ഷേ തമിഴ്നാട്ടിലെ BJP-യുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം പറയുന്നു DMK പ്രവർത്തകർ എവിടെയെങ്കിലും സംഘടിക്കുകയോ പരിപാടി സംഘടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ DMK-ക്ക് വേണ്ടി മാത്രമായി സംസ്ഥാനത്തെ മുഴുവൻ പോലീസിനെയും അയക്കുകയും പ്രതിപക്ഷ കക്ഷികൾ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ആ പോലീസിനെ അയക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംസ്ഥാന പോലീസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന ആരോപണങ്ങൾ അണ്ണാമലയും ഉന്നയിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുമ്പോൾ തന്നെ വിജയുടെ മേലുള്ള TV-യുടെ മേലുള്ള ചില രാഷ്ട്രീയപരമായ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് 39 മനുഷ്യരാണ് ഇപ്പോൾ ദുരന്തത്തിൽ മരിച്ചത്. അതിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടവും മറ്റും ഒക്കെ തുടരുന്നു, ആളുകൾക്ക് വിട്ടു നൽകുന്നു. അതിൽ ഏറ്റവും ദയനീയവും സങ്കടകരവുമായ വാർത്ത എന്ന് പറയുന്നത് 8ഓളം കുട്ടികൾ
നിഷ്കളങ്കരായ കുട്ടികൾ ഈ ദുരന്തത്തിനിരയായി എന്നുള്ളതാണ്. വെള്ളം പോലും കിട്ടാതെ, അടിസ്ഥാന അവകാശമായ വെള്ളം പോലും കിട്ടാതെ ഈ 1 മണി മുതൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ 6 മണിക്കൂർ വിജയെ കാത്തു നിൽക്കുന്നു. വെള്ളം പോലും കിട്ടാതെ വിജയ് എന്ന് പറയുന്ന ഒരു ആരാധനാ പുരുഷൻ അവിടേക്ക് കടന്നു വരുന്നു. വിജയെ കാണാൻ അവർ ആവേശം മൂത്ത് കടന്നു ചെല്ലുന്നു. ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോകുന്നു. അവർക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ TV-K നയിക്കുന്ന വിജയ്ക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രബുദ്ധരായ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വോട്ടർമാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു വേളയോ അല്ലെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ പരിണത ഫലങ്ങളിലേക്ക് കടന്നു പോകേണ്ട ഒരു സമയമോ അല്ല.